മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അനന്യ സാധാരണവും ഏറെ ശ്രദ്ധേയവുമായ ഒരിടവും പ്രയാണവുമാണ് ഇസ്രാ മിഅ്റാജ്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ദിനം അതുപോലും പുണ്യമാകുന്ന വൃദ്ധം നമ്മൾ അനുഷ്ഠിച്ചു. അല്ലാഹു ഖബൂലാക്കട്ടെ. നമ്മുടെ നിസ്കാരങ്ങളൊക്കെ നമുക്ക് ഒരു നല്ല മിഅ്റാജാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരിച്ചവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മാപ്പും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയൊക്കെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹസ്വിലാക്കി തരട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടനേകം ഗുണഗണങ്ങൾ കൊണ്ട് നമ്മളൊക്കെ പറയുന്നവരാണ്. ലോകമാകെ മുത്തുനബിയെ പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങളുമൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ പ്രശംസിക്കുന്നു. പക്ഷേ സാഹിബുൽ താജ് വൽ മിഅ്റാജ് വൽ ബുറാഖ് വൽ അലം, ഇത് വിശ്വസിക്കണമെങ്കിൽ ഒരു തൗഫീഖും ഒരു ഈമാനും വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാക്ഷാൽ അബൂജഹൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, ലാ നുകദ്ദിബുക, മുഹമ്മദേ, നിന്നെ ഞങ്ങൾ കളവാക്കുന്നില്ല. വലാകിന്നാ നുകദ്ദിബുൽ ലദീ ജിഅത ബി, നീ കൊണ്ടുവന്ന ഒന്നിനെയാണ് ഞങ്ങൾ കളവാക്കുന്നതെന്ന് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. അബൂജഹൽ പോലും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്യാരക്ടർ, അവിടുത്തെ ഹോണസ്റ്റി, ഇതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരം കൊണ്ട് ഒരാൾ വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മുത്ത് നബിയുടെ കരം കൊണ്ട് ലോക ചരിത്രത്തിൽ ഒരാളാണ് വധിക്കപ്പെട്ടത്. ഉബയ്യ് ഇബ്നു ഖലഫ്. അദ്ദേഹം പോലും റസൂലുള്ളാഹിനെ പുകഴ്ത്തിയിട്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു തവണ ചോദിക്കുകയാണ്, ഈ നുരുമ്പിയ എല്ലും കഷ്ടവും കയ്യിലെടുത്തിട്ട്, ഇതൊക്കെ നുരുമ്പിപ്പോയതിന്റെ ശേഷം നിന്റെ റബ്ബ് വീണ്ടും ജീവിപ്പിക്കുമെന്നാണോ മുഹമ്മദേ നീ പറയുന്നത് എന്ന് ഉബയ്യ് ഒരു തവണ ചോദിക്കാൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നഅം വയബഅസക, ആ എല്ലിനെ അല്ലാഹു പുനർജീവിപ്പിക്കും. അതുപോലെ ഉബയ്യേ, നിന്നെയും അല്ലാഹു പുനർജീവിപ്പിക്കും. എന്നിട്ട് അല്ലാഹു നിന്നെ നരകത്തിൽ കടത്തുകയും ചെയ്യുമെന്ന് ഉബയ്യിനോട് ഇത് ഉബയ്യിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടു. മുഹമ്മദ് അല്ലോ പറഞ്ഞത്, ഇന്ന അല്ലാഹു നരകത്തിൽ കടത്തുന്നത്. ഉബയ്യിനതൊരു വാശി. ഉബയ്യ് മുത്തുനബിയോട് പറഞ്ഞു, എടാ മുഹമ്മദേ, നിന്നെ ഞാൻ കൊല്ലും. മുത്തുനബി പ്രതിവചിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ഉബയ്യേ, നിനക്ക് എന്നെ കൊല്ലാൻ കഴിയൂല. സഅഖ്തുലുക ഇൻഷാ അല്ലാഹ്, ഞാൻ നിന്നെ കൊല്ലുന്നതാണ്. വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഒരു ദിവസം ഉബയ്യിന്റെ ഗ്രഹത്തിന്റെ ചാരത്തൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോ ഉബയ്യ് ഒരു കുതിരയെ എണ്ണ തേച്ച് മിനുക്കി ശരിപ്പെടുത്തുകയാണ്. മുത്തുനബി ചോദിച്ചു, ഉബയ്യേ, എന്തിനാണ് കുതിര? അപ്പോ ഉബയ്യ് വീണ്ടും പറഞ്ഞു, ഇതിനെ ഞാൻ നിന്നെ കൊല്ലാൻ നേർച്ചയാക്കിയതാണ് മുഹമ്മദേ. ഈ കുതിര പുറത്ത് വന്നിട്ടായിരിക്കും ഞാൻ നിന്നെ കൊല്ലുക. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും പതറാതെ ചിതറാതെ തളരാതെ പറഞ്ഞു, ലാ സഅഖ്തുലുക ഇൻഷാ അല്ലാഹ്, ഉബയ്യേ, ഞാൻ നിന്നെയായിരിക്കും കൊല്ലുക. അങ്ങനെ ഉഹദ് യുദ്ധം.
ഉഹൂദ് യുദ്ധം എത്തിയപ്പോ ഉബൈ അവിടെ ഇങ്ങനെ റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി തക്കം പാർത്ത് തേച്ച് മിനുക്കി തിടമ്പേറ്റതാക്കിയ ആ കുതിരപ്പുറത്ത് വരുമ്പോ ഒരു സഹാബിയുടെ കയ്യിൽ നിന്ന് ഒരു ചാട്ടുളി വാങ്ങി റസൂലുള്ളാഹി ഒരു മെല്ലേറെ കൊടുത്തിട്ടുള്ളൂ. അത് നേരെ ഉബൈയിൽ തറക്കുകയും ഒരു ചെറിയ പരിക്ക് പറ്റുകയും ചെയ്തു. അതില് ഒട്ടകൊക്കെ അട്ടഹസിക്കുന്നത് പോലെ ഉബൈ അങ്ങനെ കരയാൻ തുടങ്ങി. വാവിട്ട് കരയാൻ തുടങ്ങി. അബൂ സുഫിയാനൊക്കെ വന്നിട്ട് ചോദിച്ചു, അല്ല ഉബയ്യെ, ഇതൊരു കുട്ടികൾക്ക് കിട്ടണ ഏറല്ല കിട്ടിയിട്ടുള്ളൂ, ഇതിന് ഇങ്ങനൊക്കെ ആക്കാൻ പറ്റുമോ? ഇതിനിങ്ങനൊക്കെ കരയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ പറഞ്ഞു, ഉബയ്യ, ഏറെ ചെറുതാണെങ്കിലും മുഹമ്മദ് എന്നോട് 2 തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ കൊല്ലുമെന്ന്. ഈ ഏറ് എന്റെ അവസാനത്തിലേക്കുള്ള ഏറാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ പറഞ്ഞത് ഉബയ്യ് മരണസമയത്ത് പോലും സാക്ഷ്യപ്പെടുത്തിയത് റസൂലുള്ളാഹിന്റെ സത്യസന്ധതയാണ്. റസൂലുള്ളാഹ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്ന് ഉബയ്യ് ഇബ്നു ഖലഫ് പോലും സാക്ഷിയായി. അപ്പോൾ റസൂലുള്ളാഹിന്റെ സത്യം, റസൂലുള്ളാഹിന്റെ സ്വഭാവം, റസൂലുള്ളാഹിന്റെ പെരുമാറ്റം, റസൂലുള്ളാഹിന്റെ ജീവിത ശൈലി ഇത് ലോകമാകെ അംഗീകരിച്ചതാണ്. പക്ഷേ സാഹിബുൽ മിഅ്റാജി വൽ ബുറാഖി വൽ അലം ഇത് സ്വീകരിക്കണമെങ്കിൽ, ഒരു മിഅ്റാജ് നടത്തിയ റസൂൽ അത് സ്വീകരിക്കണമെങ്കിൽ ഈമാൻ തന്നെ വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരണം അതിന്റെ തെളിവ് അല്ലാഹ് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു എന്ന് മാത്രമേ. ഇസ്രാ മിഅ്റാജ് നടത്തി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറ്റേ ദിവസം ഇങ്ങനെ നടക്കുമ്പോ മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചു, അല്ല മുഹമ്മദേ, ഇന്ന് പുതിയ വർത്താനൊന്നുമില്ലേ, പുതിയ വിശേഷങ്ങളൊന്നും പറയല്ലേ? മുത്തുനബി ഒന്ന് ആക്കിയിട്ട് ചോദിച്ചതാ. ഓരോ ദിവസം വന്നിട്ട് ഓരോ തള്ളാണല്ലോ, ഇന്ന് വല്ലതും പറയണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ജിസ്ക ദുനിയാ സാദിഖുൽ വഅദ് അമീൻ കഹദേ. എന്നോടും പൊളിവചനം പറയാത്ത മുത്തുനബി പറഞ്ഞു, അതെ, ഇന്നും ഒന്ന് പറയാനുണ്ട്. ഇന്നലെ രാത്രി ഞാൻ ഇവിടുന്ന് അങ്ങ് മസ്ജിദുൽ അഖ്സയിലേക്കും പിന്നെ അങ്ങോട്ട് 7ാം ആകാശത്തേക്കും പോയി വന്നു. ഇത് റസൂലുള്ളാഹി പറഞ്ഞപ്പോ മുശ്രിക്കുകൾ ചിരിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി, വിമർശിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ അവര് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, യാ അബൂബക്കർ, അബൂബക്കറെ, നിന്റെ മുഹമ്മദ് ഒരുപാട് തള്ളണ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇന്നലെ തള്ളിയതൊരു വല്ലാത്ത തള്ളായല്ലോ. ഇന്നലെ രാത്രി, ഒറ്റ രാത്രി കൊണ്ട്, ആ രാത്രിയിലെ കുറച്ച് സമയം കൊണ്ട് ഇവിടുന്ന് മാസങ്ങൾ എടുത്ത് യാത്ര ചെയ്യേണ്ട മസ്ജിദുൽ അഖ്സയിലേക്കും പിന്നെ 7ാം ആകാശത്തിലേക്കും പോയി. ഡു യു ബിലീവ് ഇറ്റ്? ഇതാണ് അവരെ ചോദ്യം. സിദ്ദീഖ് തങ്ങളോട് ചോദിക്കാണ്, ഇത് നീ വിശ്വസിക്കുക അബൂബക്കറെ? അവിടുന്ന് മുത്തുനബി അവരോടൊരു ചോദ്യം, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു, അതെ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ മുശ്രിക്കീങ്ങൾക്ക് മുമ്പിൽ സത്യം വെളിപ്പെടുത്തുകയാണ്. 1000 പർവ്വതങ്ങൾക്ക് സമാനമായ ഉഗ്രമായ ഒരു പ്രഖ്യാപനം സുദ്ദീഖുകൾ നടത്തുകയാണ്. ഇസ്രാഈലിന്റെ പിറ്റേ ദിവസം മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഖദ് സദഖ, അത് സത്യമാണ്, സത്യമാണ്, സത്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്രാ മിഅ്റാജ് നൽകുന്ന ഏറ്റവും വലിയ കടപ്പെട്ട മൂല്യവത്തായ സാരവത്തായ സാരസമ്പൂർണമായ ഒരു സന്ദേശം എന്ന് ചോദിച്ചാൽ മുത്തുനബി പറഞ്ഞിട്ടുണ്ടോ? ബിയോണ്ട് ദി ലോജിക് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഭാഗ്യം. അതില്ലാത്തതുകൊണ്ടല്ലേ ഒരു ഭാഗത്ത് യുക്തിവാദം, മറ്റൊരു ഭാഗത്ത് സർവമത സത്യവാദം, പുത്തൻവാദം, ഇതൊക്കെ വരികയാണ്. റസൂലുള്ളാഹി അങ്ങനെ പറയൂ,
റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാകുമോ? ഇതൊക്കെ അവിടെ നമ്മൾ നേടിയെടുക്കേണ്ട തസ്ദീഖ മിനൻ നബിയ്യീന വസ്സദീഖീൻ. നമ്മുടെ യുക്തിക്കപ്പുറവും ഹബീബ് പറഞ്ഞിട്ടുണ്ടോ? ഇറ്റ് ഈസ് ട്രൂ, ഇറ്റ് ഈസ് അൾട്ടിമേറ്റ് ട്രൂ. ഇതാണ് പരമസത്യമെന്ന് വിശ്വസിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ ഫളലകും അബൂബക്കർ, അബൂബക്കർ നിങ്ങളെക്കാളൊക്കെ ശ്രേഷ്ഠനായത് ലാ ബികഫറത്തി സ്വലാത്ത് വലാ ബിസിയാം, ഒരുപാട് നിസ്കരിച്ചിട്ട് നോമ്പെടുത്തിട്ടൊന്നുമല്ല, വലാകിൻ ബിശൈഇൻ ഔഖിറ ഫീ സദ്രി, സിദ്ദീഖ് തങ്ങളുടെ ഹൃദയത്തിൽ ഒരു സാധനം കൊളുത്തി വെച്ചിരുന്നു. ഏതാണ് ആ സാധനം? അള്ളാന്റെ റസൂലും പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തില്ല. ആ സിദ്ദീഖിയത്ത് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്നാമത്തെ സന്ദേശം. ഇനിയോ ഈ ഇസ്രാ നൽകുന്ന രണ്ടാമത്തെ സന്ദേശം, മനുഷ്യന്റെ മുമ്പിൽ രണ്ടു വശമാണ്. മനുഷ്യൻ കേടുവന്നാൽ മൃഗത്തെക്കാൾ അധപ്പതിച്ചു പോകും, നന്നായാലോ മലായികത്തേക്കാൾ നന്നാവുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം അരാജകത്വത്തിന്റെ കാലം, അധാർമികതയുടെ കാലം, അശ്ലീലതകൾ വിളമ്പപ്പെട്ടിരുന്ന കാലം, അരുതായ്മകൾക്ക് കുടുംബവച്ച കാലം, വിചാരം, കള്ള്, പെണ്ണ് സർവ്വതും വ്യാപിയായ കാലം. അവിടെ റസൂലുള്ളാഹി വളർന്നിരുന്നപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷാത്കാരവുമായി ഉറച്ചു നിന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു ഉയർത്തിയിട്ട് അസ്റാ ബിഹിൽ മൗല ഇലാ ഉഫഖിസ് സമാ ഫൗഖൽ ബുറാഖി വഇൻദഹു ജിബ്രീലു, ആകാശത്തേക്ക് ഉയർത്തിയെന്ന് മാത്രമല്ല വഖാതിബുഹു ജിബ്രീൽ, മുത്തുനബിയുടെ ഖാദിമാരായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. നിങ്ങൾ ആലോചിച്ചു എന്താണ് ആ ദർജ? മുത്തുനബി ഒരു ട്രിപ്പ് നടത്തുകയാണ്. ആ ട്രിപ്പിന്റെ ഗൈഡ് ശരിക്കും ആ ട്രിപ്പിലെ ഖാദിം ആര്? ജിബ്രീൽ, മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. എത്രത്തോളം പോയി ഏഴാൻ ആകാശവും കടന്ന് സിദ്റത്തുൽ മുൻതഹയിൽ കടന്നപ്പോ തന്റെ ഗൈഡായി വന്നിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് പറഞ്ഞു, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബൽ ഖയ്യൂമ. എന്താണ് മുഹൂർത്തം? കടന്ന് മുത്തുനബിയുടെ ഒപ്പം പോയി ഒന്നാനാകാശവും രണ്ടും മൂന്നും നാലും അഞ്ചും ഏഴാമത്തതും കടന്നപ്പോ സിദ്റത്തുൽ മുൻതഹ എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, മുഹമ്മദ് നിന്നെ ഒഴിവാക്കിക്കോളി, നിങ്ങൾ പൊക്കോളൂ, നിങ്ങൾ അല്ലാഹനെ കണ്ടുപോയി, ഇനി അങ്ങോട്ട് ഞങ്ങൾ മലായികത്തേങ്ങൾക്ക് പോലും എൻട്രി ഇല്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾ അങ്ങോട്ട് വന്നാൽ കരിഞ്ഞു പോകും. ആര്? മുഖറബുൽ അംലാഖ് പറയുന്നു, മലായികത്തേക്കാൾ ഉന്നതനാകുന്നു ത്വാഹ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ നന്നായി കഴിഞ്ഞാൽ നമ്മൾ മലായികത്തേക്കാൾ ഉന്നതരാകുമെന്ന് പഠിപ്പിക്കുന്ന മഹാ അധ്യായമാണ് ഇസ്രാ മിഅ്റാജിന്റെ രണ്ടാമത്തെ സന്ദേശം. ഒന്ന് സിദ്ദീഖിയ്യത്ത്. റസൂലുള്ള പറഞ്ഞാൽ പിന്നെ നമ്മളെ തലച്ചോറ് മാറ്റി വെക്കുക. അത് ഹബീബേ പറഞ്ഞതാണ് ഞങ്ങൾക്ക് സത്യം. അല്ലെ, നമ്മൾ എന്തിനൊന്നും ചിന്തിക്കുന്ന എന്തിനാ താടി കിട്ടുന്നത്, എന്തിനാ തലപ്പാവ് കിട്ടുന്നത്, ഇത് വൈറ്റ് ഡ്രസ് ഇടേണ്ട ആവശ്യം എന്താ? വെള്ളം കുടിച്ച് കാറ്റായി പോവോ? അങ്ങനെയല്ല. നമ്മുടെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് പരമമായ സത്യം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചിന്തിക്കുക ചെയ്യാം. ചിന്തിക്കുന്നത് എന്തിലേക്കായിരിക്കണം? ഹബീബിനെ തസ്ദീഖ് ചെയ്യാനാണ്. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. രണ്ടാമത്തേത്, നന്നായി കഴിഞ്ഞാൽ നമ്മുടെ സേവകരായി, സഹകാരികളായി, സഹചാരികളായി
നമുക്ക് കിട്ടുന്നത് മലായികത്തുകളെ വരെയായിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ നിങ്ങൾ, നമ്മുടെ ഈ ഒരു ഖുർആൻ ക്ലാസ് നമ്മുടെയൊക്കെ നിയ്യത്ത് നന്നാണെങ്കിൽ, നാമൊക്കെ അള്ളാഹുവിനെ തേടി വന്നതാണെങ്കിൽ, ഈ സദസ്സ് മുഴുവൻ നമ്മൾ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ, പക്ഷേ നമ്മളെക്കാൾ 10 മടങ്ങ് ഇരട്ടി അള്ളാഹുവിന്റെ മലായികത്ത് ഇവിടെ ഉണ്ടാകും. നമ്മൾ അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അള്ളാഹു ആ സാന്നിധ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അവരുടെ സാന്നിധ്യത്തിൽ ഈ സദസ്സ് റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന അള്ളാഹു നമുക്ക് അങ്ങനെ ആക്കി തരട്ടെ. മൂന്നാമത്തെ സന്ദേശം, പരിശുദ്ധമായ ഇസ്രായിൽ നൽകുന്ന മൂന്നാമത്തെ സന്ദേശം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യുവഫ്ഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കണക്കും കയ്യുമില്ലാതെ കൊടുക്കും. ഒന്നാമത്തെ പാഠമാണ്. അല്ലാഹു നാം ക്ഷമിക്കാൻ തയ്യാറാണെങ്കിൽ ഇഷ്ടം പോലെ നൽകുമെന്ന് പഠിപ്പിക്കുന്ന മനോഹരമായ സുമോഹന സന്ദേശം ഈ പരിശുദ്ധമായ ഇസ്രാ നൽകുന്നത്. എപ്പോഴാണ് ഇസ്രാ നടക്കുന്നത്? റസൂലുള്ളാഹിന്റെ പ്രയാസങ്ങൾക്ക് മീതെ പ്രയാസം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു 40 വർഷം നോക്കിയിരുന്നത് അബൂ ത്വാലിബ് അല്ലേ? അബ്ദുൽ മുത്തലിബ് നോക്കി ഒരു 8 വർഷം ഏകദേശം. പിന്നെ ശേഷം ആരെ ഏൽപ്പിക്കുന്നത്? അബൂ ത്വാലിബ്. അവരെ ഏൽപ്പിച്ചു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ വന്ന പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റിന് മുമ്പിൽ പ്രതിരോധത്തിന്റെ നെടുങ്കോട്ട ശ്രമിച്ചു. കാവലായി, താങ്ങായി, തണലായിരുന്നു. ഹബീബേ, അങ്ങയെ ഞാൻ മരിക്കോളം ഒരാളും തൊടൂല എന്ന് കട്ടായം വെച്ച് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂ ത്വാലിബ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അബൂ ത്വാലിബ് അവിടുത്തെ പ്രമാണിയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് പേടിയില്ല, സ്വസ്ഥമായി സുന്ദരമായി ജീവിച്ചു പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബൂ ത്വാലിബ് എന്ന താഗ് നഷ്ടപ്പെടുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോ ചില റിവായത്തിൽ ഒരു 3 ദിവസം, മറ്റു ചില റിപ്പോർട്ടിൽ ഒരു 2 മാസം, ഏതായാലും തുലോത്തുച്ഛം ദിനങ്ങൾ കഴിഞ്ഞപ്പോ അവിടുത്തെ ഹൃദയ വസന്തമായ ഖദീജത്തുൽ കുബ്രയും വിട പറഞ്ഞുപോയി. ഒന്നാമത്തെ താങ്കൾ അബൂ ത്വാലിബ്. ഖദീജ ബീവി നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെടുത്തേണ്ട, നല്ല തവണ റസൂലുള്ളാഹി ഖദീജ എങ്ങനെയെന്ന് റളിയല്ലാഹു അൻഹ നമ്മൾ പലപ്പോഴും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ ഏകദേശം 2 പതിറ്റാണ്ടിലധികം സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി ജീവിച്ച ഖദീജയും വിട പറഞ്ഞു. 2 മരണങ്ങൾ. റസൂലുള്ളാഹി ടെൻഷൻ എടുത്തു. മറ്റൊരു ഭാഗത്ത് പട്ടിണിയാണ്. ശഅബ് അബീ ത്വാലിബ് നമ്മളെ നേതാവുണ്ടെന്നതോർക്കുന്നുണ്ടോ നിങ്ങൾ? മാസങ്ങളോളം ഇല കഴിച്ചിട്ടാ താമസിക്കുന്നത്. ഇല ആര്? സുപ്രീം ലീഡർ ഓഫ് ദിസ് ഉമ്മ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല കഴിച്ച് ജീവിക്കുക. പലപ്പോഴും വിസർജ്യ വസ്തുക്കളിൽ പോലും ആ ഒരു ആടും അതുപോലെ മൃഗങ്ങളൊക്കെ കാഷ്ടിക്കുന്നത് റസൂലുള്ളാഹിന്റെ നല്ല പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ എല്ലാം മുഅല്ലമാണ്. സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്യണം, അന്നത്തെ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. എത്രത്തോളം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്ന കണ്ണീരലിയിപ്പിക്കുന്ന ഒരു രംഗം. സഅദ് തങ്ങൾ ആ ശഅബ് അബീ ത്വാലിബ് ആകുമ്പോ രാത്രി മൂത്രയിക്കാൻ വന്നു. അപ്പൊ കൂരാക്കൂരിലൂടെ അങ്ങനെ മുന്നോട്ട് പോയി മൂത്രയിക്കാൻ നോക്കുമ്പോ മൂത്രം ഇങ്ങനെ ഒഴിച്ചു തുടങ്ങിയപ്പോ ഒരു പരപരാ ശബ്ദം, ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോ ഒരു ലഡു പൊട്ടി എന്നൊക്കെ പറയുമല്ലോ. സഹദ് തങ്ങൾക്ക് എന്തോ ഒരു ആകാംക്ഷ പിടിച്ചാൽ തിന്നാൾ എന്തെങ്കിലും ആയിരിക്കും. മൂത്രം ഒഴിച്ചിട്ട് അതിൻ്റെ എടുത്തു നോക്കിയപ്പോൾ ഒരു കട്ടിയുള്ള വസ്തു. പക്ഷെ ഇതെന്താ നോക്കാൻ കഴിയണില്ല. കാരണം അവിടെ ഒരു പൊടിക്ക് പ്രകാശം ഇരുട്ടാണ്, കൂരാക്കൂരിട്ട്. പക്ഷേ ആ സാധനം എന്തെങ്കിലുമൊക്കെ കഴിക്കാനുള്ളത് ആവശ്യച്ചിട്ട് വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്നു. സഅദ് തങ്ങൾ പറയാണ്, എനിക്ക് എത്ര കിടന്നിട്ടും രാവിലെ തൊട്ടാകുന്നില്ല, പ്രഭാതാകുന്നില്ല. ഇതെന്താകും എന്താകും എന്താകും എന്ന ആകാംക്ഷയോടെ പ്രഭാതം വരെ ഉറങ്ങാതെ നിന്നു.
അങ്ങനെ പ്രഭാതത്തിൽ നോക്കിയപ്പോൾ ഒട്ടകത്തിന്റെ ഉണങ്ങിയ ഒരു തോൽ കഷ്ണം, ഒട്ടകത്തിന്റെ ഉണങ്ങിയ തോൽ കഷ്ണം 3 ദിവസമാണ് സഅദ് തങ്ങളും ബാക്കിയുള്ള സഹാബാക്കളും ആ ഒട്ടകത്തിന്റെ ഉണങ്ങിയ തോൽ കഷ്ണം ചവച്ച് കഴിച്ചു കൂട്ടിയത്. ആ ഒട്ടകത്തിന്റെ തോൽ കഷ്ണം നമ്മൾ ചുഴിപ്പൊക്കെ ചവക്കുന്നത് പോലെ അത് ചവച്ച് 3 ദിവസം കഴിഞ്ഞുകൊണ്ടാണ് ഒരൊട്ടകത്തിന്റെ ചെറിയ തോൽ. അള്ളാഹു നമുക്ക് അവരൊക്കെ ബർക്കത്ത് കൊണ്ട് ഈമാൻ കൂട്ടിത്തരട്ടെ. അതങ്ങനെ സഹിക്കുക. പിന്നെ കൂട്ടത്തിൽ ആരുണ്ടെന്ന് ശഅബ് അബീ ത്വാലിബ്, അതിന്റെ ശേഷം അവിടുത്തെ വഫാത്ത്. ശഅബ് അബീ ത്വാലിബിൽ ആരുണ്ട്? സയ്യിദത്ത് ഖദീജയുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹക്ക് ഹക്കീം ഇബ്നു ഹസാം എന്നവർ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷെ കൊടുക്കുകയാണെങ്കിലും ഖദീജ ഒരു വിശാല മനസ്കതയുള്ള ആളല്ലേ, എല്ലാവർക്കും കൊടുക്കും. അപ്പൊ തനിക്കൊന്നും തിന്നാൻ കിട്ടൂലെ, എന്തെങ്കിലും എല്ലാവർക്കും കൊടുക്കുമ്പോ ഒരു പൊടിക്ക്. അങ്ങനെ വലിയ തറവാട്ടുകാരിയും വലിയ പ്രമുഖയുമായിരുന്ന സയ്യിദത്ത് ഖദീജ അങ്ങനെ ചുരുങ്ങിപ്പോയി. ശരീരം അങ്ങനെ മെലിഞ്ഞൊട്ടിപ്പോയി. ഒരു ശയ്യാവലംബിയായതുപോലെ ആ മഹദിയുടെ ശരീരം വല്ലാതെ ശുഷ്കിച്ചപ്പോ റസൂലുള്ളാഹി വന്നിട്ട് ഖദീജയോട് ചോദിക്കുന്ന ഒരു ചോദ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹായോട് ചോദിക്കുകയാണ്. ഖദീജ, ഒരു 25 വർഷം മുമ്പ് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ പ്രതിജ്ഞയെടുത്തു. ആ പ്രതിജ്ഞ ഒരു അബദ്ധമായി തോന്നുന്നുണ്ടോ? ഈ വിഷമൊക്കെ ഇങ്ങനെ സഹിച്ച് എന്റെ കൂടെ ഒറ്റക്ക് മെലിഞ്ഞൊട്ടി തളർന്ന് ജീവിക്കുമ്പോ അന്ന് 10-20 വർഷം മുമ്പ് ഞാൻ ഈ മുഹമ്മദിനെ കല്യാണം കഴിക്കാൻ സെലക്ട് ചെയ്തത് കൊണ്ടല്ലേ ആ സെലക്ഷൻ ഒരബദ്ധമായി തോന്നുന്നുണ്ടോ എന്ന് റസൂലുള്ളാഹി പൊട്ടി ചോദിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഖദീജ, എല്ലാ സുഖങ്ങളും തകർന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് തനിച്ചു നിൽക്കുമ്പോ ഖദീജ മനം തുറന്നുപോയി. റളിയല്ലാഹു അൻഹാ, യാ മുഹമ്മദ്, പൊന്നാര മുഹമ്മദേ, സുലൈമാൻ നബിയുടെ കൊട്ടാരവും കിസ്റായുടെ പച്ചപ്പരവനാലയം കിട്ടുന്നതിനേക്കാൾ എനിക്കിഷ്ടം അങ്ങയുടെ ആ വദനാംബുജത്തിലേക്ക് നോക്കലാണ്, അങ്ങയുടെ തിരുമുഖം കണ്ടിരിക്കലാണ് എനിക്ക് സുലൈമാൻ നബിയുടെ കൊട്ടാരത്തേക്കാൾ ഇഷ്ടമെന്ന് സയ്യിദത്ത് ഖദീജ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പോ ഇങ്ങനൊക്കെ ഉണ്ടായിരുന്ന ഖദീജ ബീവിയും ഇടവറങ്ങി പോയി. പിന്നെയോ ത്വായിഫിന്റെ രംഗം. എന്താണ് ആ രംഗത്തിന്റെ പ്രയാസം? മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്, ഹബീബേ, അങ്ങക്ക് ഉഹദ് യുദ്ധമല്ലേ ഏറ്റവും സങ്കടം ഉണ്ടാക്കിയത്? ചോദിക്കുന്നത് പ്രിയപ്പെട്ട പത്നി ആയിഷയാണ് റളിയല്ലാഹു അൻഹ. ആ ഉഹദ് യുദ്ധം അങ്ങയുടെ മുൻപല്ല് പൊട്ടി, ആ ഇടഭൂമിയല്ലേ അങ്ങക്ക് പ്രയാസം? റസൂലുള്ളാഹി പറഞ്ഞു, അതല്ല, അന്നെന്റെ പല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്, അത് ശരിയാ. പക്ഷേ ഞാൻ തകരാനിരുന്നപ്പോ എന്റെ പ്രിയപ്പെട്ട അമ്മാവന്മാരുടെ നാടായ ത്വായിഫിലേക്ക് പോയപ്പോ അവര് പറഞ്ഞയച്ച് ആ നാട്ടാര് എന്റെ കാൽമക്കെറിഞ്ഞ് കൂക്ക് വിളിച്ചപ്പോ ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതെന്ന് മുഹമ്മദ് മുസ്തഫ അല്ലേ മലക്കുൽ ജിബാൽ വന്നിട്ട് ചോദിക്കുന്നത്, നബി അന്ന് മൂളിത്തന്നാൽ ഈ കാണുന്ന തായിഫിലെ നിവാസികളെ മുഴുവൻ ഈ പർവ്വതങ്ങൾക്കിടയിൽ വെച്ച് ഞാനങ്ങ് നിലംപരിശാക്കാം. റസൂലുള്ളാഹി പറഞ്ഞു, കാരുണ്യത്തിന്റെ നേതാവ് പറഞ്ഞു, സ്നേഹത്തിന്റെ സർവ്വപുഷ്പം പറഞ്ഞു, റഹ്മത്തുൽ ലിൽ ആലമീൻ പറഞ്ഞു, വേണ്ട വേണ്ട ഇവരെ നശിപ്പിക്കണ്ട. ഇവരുടെ സന്താനങ്ങളിൽ നിന്ന് പടച്ചോനെ ആരാധിക്കുന്ന ഒരു വിഭാഗം വരലാണ് എനിക്കിഷ്ടമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇങ്ങനൊക്കെ റസൂലുള്ള ക്ഷമിച്ച് പ്രയാസങ്ങൾ വന്നപ്പോ എല്ലാം അല്ലാഹ് തന്നതല്ലേ, അല്ലാഹ് എനിക്ക് ഇനിയും വലിയത് നൽകും, സന്തോഷങ്ങൾ നൽകുമെന്ന ഉറപ്പോടെ ജീവിച്ചപ്പോ അല്ലാഹ് കൊടുത്ത സമ്മാനാണ് ഇസ്രാ.
ഏത് ടെൻഷൻ അകറ്റാനും നമ്മളൊക്കെ ട്രിപ്പ് പോകും, യാത്ര പോകും. പക്ഷേ ഈ യാത്ര റസൂലുള്ളാഹി അല്ലാഹുവിലേക്കുള്ള യാത്രയാണ്. സറൈത മിൻ ഹറമി ലൈലന ഇലാ ഹറമി കമാ സറൽ ബദ്രു ഫീ താജിൽ മിനൗലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്പം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അങ്ങനെ ഈ പ്രയാസങ്ങളൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ചപ്പോ അല്ലാഹു കൊടുത്ത ഗിഫ്റ്റാണ് ഈ ട്രിപ്പ്. ഈ ട്രിപ്പിൽ ആരാണ് ഗൈഡായിട്ടുള്ളത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു യാത്ര അല്ല, അല്ലാഹുവിനെ തേടിയുള്ള യാത്ര. അല്ലെങ്കിലും യാത്ര പുഷ്കലമാകുന്നത് 5 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഒന്ന് ടെൻഷൻ ഇല്ല, മറ്റൊന്ന് മഈശത്തിന് വേണ്ടി, മറ്റൊന്ന് ഇൽമു തേടി, മറ്റൊന്ന് അദബ് തേടി, മറ്റൊന്ന് നല്ല മഹാന്മാരെ കാണാൻ ഈ യാത്രകൾ ഫലവത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി അല്ലാഹു യാത്ര കൊടുക്കുന്നു. ഏതാണ് യാത്ര? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈല. ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു സഞ്ചരിപ്പിക്കുകയാണ്. മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ അതിനിടയിൽ മദീനയടക്കം വിവിധ ഇടങ്ങൾ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോവാണ്. പോയ വാഹനത്തിന്റെ പേര് ബുറാഖ്. ബുറാഖ് ആ വിളിച്ചല്ലാത്ത ബുറാഖ്. അങ്ങനെ പോയി അവിടുന്ന് പിന്നെ 1-ാം ആകാശം. അവിടെയാണ് ആരുള്ളത്? പറഞ്ഞു നോക്കി. 1-ാം ആകാശത്ത് ആരായിരിക്കും? 1-ാമത്തെ പ്രവാചകൻ അതല്ലേ. രണ്ടാമത്തെ പ്രവാചകനല്ലേ യഹ്യയും ഈസാ അലൈഹിസ്സലാം. 3-ാമത്തതിൽ പ്രവാചകന്മാരിലെ മോസ്റ്റ് ഹാൻസം, ബ്യൂട്ടിഫുൾ, സുന്ദരൻ യൂസുഫ് അലൈഹിസ്സലാം. 4-ാമത്തതിൽ ഇദ്രീസ്. 5-ാമത്തതിൽ ഹാറൂൻ അലൈഹിമുസ്സലാത്തു വസ്സലാം. 6-ാമത്തതിൽ കലീമുല്ലാഹി മൂസ. 7-ാമത്തതിൽ ആരായിരുന്നു? ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം. അവർക്കൊക്കെ ഇമാമ് നിന്ന് കൊടുത്ത് അവരൊക്കെ ലീഡർ ഞാനാണെന്ന് അല്ലാഹ് ബോധ്യപ്പെടുത്തി മുത്തുനബിയെ കൊണ്ട് നിസ്കരിപ്പിച്ച് അങ്ങനെ 7-ാം ആകാശവും കടന്ന് ബൈത്തുൽ മഅ്മൂറിലെത്താണ്. ബൈത്തുൽ മഅ്മൂറിന്റെ പ്രത്യേകത എന്താ? നമ്മൾ കഅബ ദുനിയാവിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു രംഗമാണ് കഅബ കാണുമ്പോഴുള്ള ആനന്ദം. അല്ലാഹു പലതവണ കാണാനുള്ള ഭാഗ്യം നൽകട്ടെ. അതങ്ങനെ ഉയർന്ന ആകാശത്തിൽ അതേ പൊസിഷനിൽ നിൽക്കുന്ന ഒരു മഹാ ഇടമാണ് ബൈത്തുൽ മഅ്മൂർ. ആകാശത്തിലെ കഅബ എന്ന് പറയാം. അത് റസൂലുള്ളാഹി കണ്ടു. പിന്നെ സിദ്റത്തുൽ മുൻതഹ അങ്ങനെ കടക്കാൻ നോക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം നിങ്ങളൊക്കെ കൂടി അങ്ങോട്ട് വന്നാൽ ഞങ്ങൾ മലായികത്ത് പോലും കരിഞ്ഞു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കണ്ടു. സ്വർഗ്ഗം കണ്ടു, നരകം കണ്ടു. ഇതൊക്കെ കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉണ്ടായൊരു മാറ്റം എന്താന്ന് ചോദിച്ചാൽ നല്ല പ്രതീക്ഷയാണ് റസൂലുള്ളാഹിലെ, ഭയങ്കര ഉറപ്പ്. പക്ഷേ റസൂലുള്ളാഹി ഇതൊക്കെ കണ്ടതിന്റെ ശേഷം പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ കണ്ടതൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചേ ചിരിക്കാൻ കഴിയുള്ളൂ. നിങ്ങളൊക്കെ കാര്യമായിട്ട് കരയുകയായിരിക്കും. അതൊരു വലിയ മെസ്സേജാണ്. നമ്മുടെ അടിച്ചുപൊളി, എന്റർടൈൻമെന്റ്, എൻജോയ്മെന്റ് ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകരുത്. കാരണം പരിധി വിട്ടാൽ അതിലൊക്കെ കാത്തിരിക്കുന്നത് മഹാദുരന്തങ്ങളാണ്. ഖബറിലെ, നരകത്തിലെ ഓരോരോ ശിക്ഷ കണ്ടിട്ടാണ്. ഒരു ഒരു നയാ പൈസ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പോലും കാത്തിരിക്കുന്ന ഭീമാകാരമായ ദുരന്തം കണ്ടിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഞാൻ കണ്ടത് നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ
പഠിച്ചവനെ എന്താകുന്ന ആലോചിച്ച് പേടിച്ച് കരയും. അള്ളാഹു നമുക്ക് അബോധം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു കബൂലിയത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. യാ റബ്ബി യാ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതെല്ലാം സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ മുഴുവൻ പുണ്യവും ത്വഹ റസൂലുള്ളാഹ് സാഹിബുൽ താജ് വൽ മിഅറാജ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹ അംബിയാ സിദ്ദീഖീങ്ങൾ ശുഹദാ സ്വാലിഹീങ്ങളിലേക്കൊക്കെ എത്തിക്കണേ അല്ലാഹ്. അവരെ തിരുനോട്ടവും മഅയ്യത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. സന്തോഷം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അല്ലാഹ്. മനസ്സ് വൃത്തിയാക്കി തരണേ അല്ലാഹ്. ഇബാദത്തിൽ ഖുശൂഅ് നൽകണേ അല്ലാഹ്. വിശിഷ്യ നിസ്കാരം അതിന്റെ സമയാസമയം ഒരു മിഅ്റാജ് അനുഭവത്തിൽ നിസ്കരിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. തൗഫീഖ് തരണേ അല്ലാഹ്. തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും മരിച്ചുപോയി. എല്ലാവർക്കും ഇതിന്റെ പുണ്യമെത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഇന്നത്തെ ചീർന്ന് നൽകുന്നത് പ്രിയപ്പെട്ട താരീസ്ക, അവരുടെ ഒരു അറബി ഫ്രണ്ട്, അവരുടെ ഉപ്പ അബ്ദുറഹ്മാൻ ഉബൈദ് ഇബ്നു അൽ മലി എന്ന് പറഞ്ഞവർ നമ്മുടെയൊക്കെ ഈ പ്രദേശങ്ങളിൽ അവരുടെ ഒരുപാട് സഹായങ്ങൾ കിട്ടാറുണ്ട്. പലപ്പോഴും വിശുദ്ധമായ റമദാനിലൊക്കെ വിവിധങ്ങളായ സഹായം ചെയ്യുന്നവരാണ്. അള്ളാഹു ആ വാപ്പാക്ക് പുറത്തു കൊടുക്കട്ടെ. വലിയ ഒരുപാട് കാലം ദുനിയാവിൽ അള്ളാഹുവിന്റെ ആബിദായി ജീവിക്കാൻ സൗഭാഗ്യം അള്ളാഹു കൊടുത്തൊരു വ്യക്തിത്വം കൂടെയാണ്. അള്ളാഹുവെ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഖബർ കണ്ടെത്താ ദൂരത്തേക്ക് പ്രവിശാലമാക്കി കൊടുക്കല്ല. സ്വർഗലോകത്തെ പരമാനന്ദം 6 അടി മണ്ണിൽ നൽകണേ അല്ലാഹ്. എന്ത് സല്ലാത്തുണ്ടെങ്കിലും പുറത്തു കൊടുക്കല്ല, പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ മകൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പുണ്യം ആ പിതാവിന് ഒരു സുഹൃത്തമായി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, വേണ്ടപ്പെട്ടവർ, സഹായിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, കുടുംബക്കാർ, ഭാര്യ, സന്താനങ്ങൾ, ശിഷ്യന്മാർ, ഞങ്ങൾക്കൊക്കെ 2 ലോകവും സലാമത്താക്കി തരണേ അല്ലാഹ്. സലാമത്താക്കല്ലാ, സലാമത്താക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാഹ്. സ്വർഗ്ഗം ഞങ്ങൾക്ക് വജൂബാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على سيدنا محمد والآل